ഡൽഹി കാഴ്ചകൾ കാണാനുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. എന്നാൽ ഡൽഹിയിലെ പല ചെറിയ ചെറിയ പ്രദേശങ്ങളും എന്നാൽ ചരിത്ര പ്രധാനമായ പ്രദേശങ്ങളും പലതും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഞാനിതിനു മുമ്പ് 1-2 പാർട്ട് ഡൽഹിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഡൽഹിയിലെ നമുക്ക് കാണേണ്ട ചരിത്ര പ്രാധാന്യമായ പല സ്ഥലങ്ങളും ഇതിനെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡൽഹിയിൽ ഏറ്റവും വിസ്മയകരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്, അതിൻ്റെ പ്രത്യേകതകളിലേക്കാണ് പോകുന്നത്. നമ്മളത് കാണാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഡൽഹിയിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ ആകർഷണ കേന്ദ്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, തലയിൽ എന്താ പറയുക ഹിജാബ് അല്ലെങ്കിൽ തട്ടമിട്ട സ്ത്രീകൾ ഓട്ടോ സ്വന്തമായിട്ട് ഓടിക്കുന്നത്. അത് ഇലക്ട്രിക് ഓട്ടോകളാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് കാണാൻ നമ്മൾ പോകുന്ന ലോട്ടസ് ടെമ്പിൾ. തിങ്കളാഴ്ച ഒഴികെയുള്ള ആഴ്ചകളിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിനോദസഞ്ചാരികൾക്ക് എത്താൻ സാധിക്കും. അവരെത്തുന്നുണ്ട്. ഒക്ടോബർ മാർച്ച് മാസങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഇവിടെ സന്ദർശിക്കാൻ ഒരു പ്രവേശന ഫീസും ഇല്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ആർക്കും, ഏത് മതസ്ഥർക്കും, ഏത് വിശ്വാസികൾക്കും ഈ ക്ഷേത്രത്തിൽ പങ്കെടുത്ത് വരാം, ക്ഷേത്രത്തിനകത്ത് കയറാം, ആരാധന നടത്താം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രാധാന്യമായാണ് ഈ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നത്. അതിമനോഹരവും വ്യത്യസ്തവുമായ ഘടനയാണ് ഈ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നത്. ഹിന്ദു പുരാണങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള താമരപ്പൂവിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം പണികഴിച്ചിരിക്കുന്നത്. വെളുത്ത ഇതളുകളുള്ള താമരയുടെ രൂപത്തിലാണ് ക്ഷേത്രം കാണാൻ സാധിക്കുന്നത്. കനേഡിയൻ വാസ്തുശില്പിയാണ് ഈ ഒരു ക്ഷേത്ര രൂപകൽപ്പന ചെയ്തത്. 1986 ആണ് പണി പൂർത്തിയാക്കിയത്. സർവശക്തന്റെ ഏകത്വം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മതം, വംശം, ലിംഗഭേദം, ദേശീയത എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 7 ആരാധനാലയങ്ങൾ ഒന്നാണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ന്, നമ്മുടെ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇറാനിയൻ ശില്പി, ഞാൻ നേരത്തെ പറഞ്ഞത് ഹാരിബേർഡ് സാഹിബ എന്നാണ് ഈ ലോട്ടസ് ടെമ്പിളിന്റെ ശില്പി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ താമരയുടെ ആകൃതിയിലുള്ള ഈ മന്ദിരം നിർമ്മാണത്തിന് നിരവധി അന്തർദേശീയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ബഹായി സമൂഹത്തിന്റെ ഒരു ക്ഷേത്രമാണ്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അത് മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമൂഹമാണ് ബഹായി സമൂഹം. എല്ലാ ദൈവങ്ങളെയും മതങ്ങളെയും മാനവികതയും ഒന്നായി കാണുന്ന വിഭാഗമാണ് ബഹായി സമൂഹം. അതിനാൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ സന്ദർശിക്കാനും ആരാധന നടത്താനുള്ള അവസരം ഉണ്ട്. ഓരോ വർഷവും 40 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദിവസേന 10,000. ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ബഹായി സമൂഹത്തിന്റെ ഇതേ ക്ഷേത്രങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലെ സിഡ്നി, പനാമയിലെ പനാമ സിറ്റി, വെസ്റ്റേൺ സമോവയിലെ ആംബിയ, ഉഗാണ്ടയിലെ കമ്പാല, ജർമ്മനിയിലെ ഫ്രാൻക്ഫർട്ട്, അമേരിക്കയിലെ വിൽമേട്ട എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം ക്ഷേത്രങ്ങളുണ്ട്. ഇനി നമ്മൾ ഡൽഹിയിലെ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഡ്രൈവർ ഹിന്ദിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ മറന്നുപോയി. അദ്ദേഹത്തിന്റെ എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ഒന്ന് ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേരള ഹൗസ് ഒന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി. ആ സ്ഥലമാണ് ഈ കാണുന്നത്. അത് അദ്ദേഹം പേര് പറഞ്ഞില്ല. നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഇത് ആന്ധ്രാപ്രദേശിന്റെ ക്യാൻറ്റീനാണ്. അവരുടെ ആന്ധ്ര ഹൗസിലെ ക്യാൻറ്റീനാണ്. അവിടെയാണ് ഞങ്ങൾ ഡ്രൈവർ കൊണ്ടിറക്കിയത്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ല. അദ്ദേഹം കഴിച്ചു, വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എവിടെയാണ് നമ്മളെ നല്ല ഭക്ഷണത്തിന് കൊണ്ടെത്തിക്കുന്നതെന്ന് അയാൾ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വലിയ തിരക്കാണ്. ഏകദേശം 3 മണി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ അപ്പോഴും നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്നാണ് ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടത്. പക്ഷെ വളരെ നല്ല ഭക്ഷണമാണ്. എന്തായാലും ആന്ധ്ര ഹൗസിലെ ക്യാൻറ്റീനിൽ കയറാനും അവിടുത്തെ അതിമനോഹരമായ അല്ലെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും അവിടെ ഇരുന്ന് ഭംഗിയായിട്ട് തന്നെ ആഹാരം കഴിക്കാൻ എനിക്കും എന്നോടൊപ്പം വന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു.
നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളാണ്. അവർ കുടുംബത്തോടെ എന്നോടൊപ്പമുണ്ട്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.